Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ സിലബസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്? സിലബസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹസാർഡ് ടൈപ്സ് ഉണ്ട്, ഹസാർഡ് മാപ്പിംഗ്, വൾണറബിലിറ്റി ടൈപ്സ്, അതിന്റെ അസസ്മെന്റ്, ഫിസിക്കൽ, കെമിക്കൽസ്, എക്കണോമിക് and environmental vulnerability, disaster risk assessment, its approaches and procedures. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിന്റെ സിലബസിനകത്തുള്ളത്. അപ്പൊ ഇനി ഓരോ ടോപ്പിക്കിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ രണ്ടാമത്തെ മൊഡ്യൂളില് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹസാർഡ് ടൈപ്സും ഹസാർഡ് മാപ്പിംഗും ആണ്. അപ്പൊ നമ്മൾ ഹസാർഡ് മാപ്പിംഗിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഹസാർഡ് എന്നൊന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് എന്താണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓർ കണ്ടീഷൻ ഓർ ഇറ്റ് ക്യാൻ ബി എ സിറ്റുവേഷൻ ഓർ ഇവന്റ് which has the potential to cause injury to life or health, otherwise damage to property or environment. അപ്പൊ ഏതൊരു കണ്ടീഷനും നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്സിന് ഹാനികരമാകുന്ന ഏതൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എന്ത് പറയാം? ഹസാർഡ് എന്ന് പറയാം. ഇനി സാധാരണഗതിയിൽ ഹസാർഡ് എന്ന് പറയുന്നത് ഡിസാസ്റ്ററിൽ നിന്നും ഡിഫറെന്റ് ആണ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഹസാർഡ് പറഞ്ഞിരുന്നപ്പം നമ്മൾ പറഞ്ഞതാണ്. അപ്പോ നമുക്കറിയാം ആൻഡ് ഹസാർഡ് ക്യാൻ ടേൺ ഇൻ ടു എ ഡിസാസ്റ്റർ ഇല്ലേ? ഹസാർഡ് ഡിസാസ്റ്റർ ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ അവിടെ ഞാൻ വേറൊരു കാര്യവും കൂടി പറഞ്ഞിരുന്നു. ഹസാർഡ് തന്നെ പല രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഫിസിക്കൽ ഹസാർഡ് ആവാം, എക്കോണമിക്കൽ ഹസാർഡ് ആവാം, പിന്നെ ഇനി വേറൊരു കാറ്റഗറി എടുക്കുവാണെങ്കിൽ എന്താണ് നാച്ചുറൽ ഹസാർഡ് ആവാം, മാൻമെയ്ഡ് ഹസാർഡ് ആവാം, പിന്നെ ആന്ത്രോപോജനിക് ഹസാർഡ്, അങ്ങനെ പല പല കാറ്റഗറീസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ അതേ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൂടി ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ ഡൗട്ട് ഉള്ളവര് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടിരുന്നാൽ മതി. അപ്പൊ എന്താണ് ഹസാർഡ്? എനി കണ്ടീഷൻ ഓഫ് ഫിനോമിനൻ ദാറ്റ് ക്യാൻ കോസ് that has the potential to cause damage to society അല്ലെങ്കിൽ ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ഈസ് നോൺ as hazard. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ earthquake is an hazard ഇല്ലേ? earthquake എന്ന് പറയുന്നത് നമുക്കറിയാം അത് ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ it won't affect anyone, but അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ റിച്ചർ സ്കെയിൽ അതിലാണ് അതിനെ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ഓൺ റിച്ചർ സ്കെയിൽ. സോ അതിന്റെ ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കോസ് ഡാമേജ് ടു ഹെൽത്ത് ഓർ ലൈഫ്, otherwise damage to property. ഇനി hazard ഞാൻ പറഞ്ഞു based on the origin that hazard can be either natural or artificial, otherwise human made എന്ന് പറഞ്ഞു. ഇനി നാച്ചുറൽ ഹസാർഡ്സ് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ജിയോളജിക്കൽ, ഹൈഡ്രോമെട്രോളജിക്കൽ, ബയോളജിക്കൽ, ടെക്നോളജിക്കൽ ഓർ ആന്ത്രോപോജനിക് സോഴ്സസ്. ഇനി ബയോളജിക്കൽ ഹസാർഡ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ദ ഹസാർഡ്, ഇറ്റ് ഈസ് ദ ഹസാർഡ് ദാറ്റ് arises from organic materials or living organisms such as disease vectors, toxins ആവാം, other bioactive substance ആവാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എപ്പിഡമിക് ഡിസീസസ്, അതർവൈസ് പാൻഡമിക് ഡിസീസസ്. ഈ ഒരു സിറ്റുവേഷനിൽ ബയോളജിക്കൽ ഹസാർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സോ കൊറോണ വൈറസ് ഈസ് എ ബയോളജിക്കൽ ഹസാർഡ്. ആ ഒരു ടൈപ്പ് ഓഫ് ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു എന്താണ് any living organisms, that ഒരു വൈറസ് കാരണം ഉണ്ടാവുന്ന ഹസാർഡ്. ദിസ് ഓൾസോ കംസ് അണ്ടർ ഇതിൽ വരും, ബയോളജിക്കൽ ഹസാർഡിൽ വരും. എന്താണ് ജിയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്? ജിയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം പ്രോസസ് ഓഫ് ഫിനോമിന ഇന്റേണൽ ടു ദ എർത്ത്. സോ എർത്തിന്റെ ഇന്റേണൽ പ്രോസസ് കാരണം ഉണ്ടാവുന്ന എന്തെങ്കിലും ഹസാർഡിനെയാണ് നമ്മൾ ജിയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ട്, എർത്ത് ക്വേക്ക് ഉണ്ട് അല്ലേ? ഇനി ഹൈഡ്രോമെട്രോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത് ഇറ്റ് റിസൾട്ട്സ് ഫ്രം അറ്റ്മോസ്ഫിയറിക്, ഹൈഡ്രോളജിക്കൽ ആൻഡ് ഓഷ്യനിക് പ്രോസസ് അല്ലേ? ഹൈഡ്രോ മീൻസ് എന്താണ്? ഹൈഡ്രോ മീൻസ് വാട്ടർ. മെട്രോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയർ ഓർ ക്ലൈമാറ്റിക് വെതർ കണ്ടീഷൻസ് കാരണം. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹറിക്കെയിൻസ്, ഡ്രൗട്ട്, ടൊർണാഡോ ആൻഡ് ഫ്ലഡ്സ്. ഞാൻ സൈക്ലോൺസിന്റെ വീഡിയോ അതിനകത്ത് പോയിന്റ്സ് പറഞ്ഞിരുന്നപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹറിക്കെയിൻസും ടൊർണാഡോ ഒക്കെ നമ്മുടെ സൈക്ലോൺസിന്റെ പല പല പേരുകളാണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ.
ഇനി technological hazards that arise from technical or structural failures, industrial conditions or dangerous procedures. ഇത് മാത്രമല്ല ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ഓഫ് ഹസാർഡ്സും പോസിബിൾ ആണ്. നെക്സ്റ്റ് വൺ നാച്ചുറൽ ഹസാർഡ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹസാർഡിന്റെ, നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോകാം പോയിന്റ്സ്. സോ നാച്ചുറൽ കോസസ് കാരണം, എൻവയോൺമെന്റൽ കോസസ് കാരണം സംഭവിക്കുന്ന ഹസാർഡിനെയാണ് നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്ലഡ്, എർത്ത് വോൾക്കാനിക് എറപ്ഷൻ, ഹറിക്കെയിൻസ്, ദാറ്റ് ഈസ് സൈക്ലോൺസ് എക്സെട്ര. അപ്പൊ അതിനെ നമുക്ക് ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് ജിയോളജിക്കൽ, അറ്റ്മോസ്ഫിയറിക്, ഹൈഡ്രോളജിക്കൽ, അങ്ങനെ പല രീതിയിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് വരുന്നതാണ് എന്ത്, ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നാച്ചുറൽ ഹസാർഡിന്റെ പല പല ഫോംസ് ആണ്. This is one of the pictorial representation of natural hazard. It is a flood that occurs at Kanish Market Complex at Accra in 2014. അപ്പോൾ this is for reference. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചർ എടുത്ത് വെച്ച് കുറച്ച് പിക്ചേഴ്സ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അടുത്ത ഒരു നാച്ചുറൽ ഹസാർഡ് ആണ്. This is volcanic eruption. ഇത് occurred in Italy, Mount Etna എന്ന് പറയുന്ന പ്ലേസിൽ in 2013. Next, human induced hazard or man-made hazard. അപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് കാരണം അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻസ് കാരണം നടക്കുന്ന ഹസാർഡിനെയാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് എന്ന് പറയുന്നത്. സോ അത് കാരണം അതിന്റെ ബാലൻസ് ഇതായി പോവും, ഇംബാലൻസ് ആയി പോവും. സോ സാധാരണഗതിയിൽ നാച്ചുറൽ ഹസാർഡിനെക്കാളും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഹസാർഡ് ആണ് എന്ത്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓയിൽ സ്പിൽസ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അതേപോലെ മേജർ ആംഡ് കോൺഫ്ലിക്ട്സ് എക്സെട്ര. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓഷ്യനിൽ എന്ത് സംഭവിച്ചു. ഇവിടെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഓയിൽ വെസൽ കാണാം. ഇത് ഓൾറെഡി മുങ്ങിയത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഓയിൽ വെസലിനകത്തുള്ള ഓയിൽസ് കംപ്ലീറ്റ് ഓഷ്യനിൽ പോയി. സോ ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഹസാർഡ്. ഇത് അനദർ ടൈപ്പ് ഓഫ് മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു ലൊക്കേഷൻ, ഘാന എന്ന് പറയുന്ന റീജിയനിലെ അല്ലെങ്കിൽ ഘാനയുടെ നോർത്തേൺ റീജിയനിന്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ ആണ് അല്ലെങ്കിൽ മാപ്പ് ലൊക്കേഷൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പല പല കളേഴ്സിലുള്ള ഓറഞ്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള സർക്കിൾസ് കാണാം. ദാറ്റ് മീൻസ് ഈ ഒരു സർക്കിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് എ ഫ്രീക്വൻസി ഓഫ് കോൺഫ്ലിക്ട്. അതായത് സ്മോൾ സർക്കിൾ ആണെങ്കിൽ എന്താണ്, ഇന്റൻസിറ്റി കുറവാണ്. ആസ് എ സർക്കിൾ ഡയമെൻഷൻ ഇൻക്രീസസ് അതിനകത്തുള്ള ഫ്രീക്വൻസി ഓഫ് കോൺഫ്ലിക്റ്റും ഇൻക്രീസ് ചെയ്യും. സോ അതിന്റെ ഒരു മാപ്പ് ഡിസ്പ്ലേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ടെക്നോളജിക്കൽ ഹസാർഡ്. അപ്പൊ എന്താണ് ടെക്നോളജിക്കൽ ഹസാർഡ്? നമ്മുടെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡേഞ്ചേഴ്സ് കോസ്ഡ് ബൈ ദ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് അല്ലേ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ന്യൂക്ലിയർ ആക്ടിവിറ്റി, റേഡിയോ ആക്ടിവിറ്റി വരാം, ഡാം ഫെയിലേഴ്സ് വരാം, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രിയൽ ഓർ ടെക്നോളജിക്കൽ ആക്സിഡൻസ്, എക്സ്പ്ലോഷൻസ്, ഫയർ, സ്പിൽസ് എക്സെട്ര. ഇതൊരു എക്സാമ്പിൾ ആണ്. എ ബിൽഡിംഗ് ഇൻ ബംഗ്ലാദേശ് in Dhaka which got collapsed. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ ഹസാർഡിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് ടെക്നോളജിക്കൽ ഓർ മാൻമെയ്ഡ് ഹസാർഡ്. എന്താണ്, ഒരു ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷൻ ആണ്, അവിടെ എന്ത് പറ്റി, തീ പിടിച്ചതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ട്രെയിൻ ആക്സിഡന്റ് ആണ്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ടെക്നോളജിക്കൽ ഹസാർഡ് ഓർ മാൻമെയ്ഡ് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ സിംഗിൾ, ഫോർ എക്സാമ്പിൾ volcanoes or earthquakes, otherwise sequential such as flood or combined such as earthquake which is accompanied by tsunami, and as a result causing flood or torrential rains leading to landslides in their origin. Each hazard is categorized by its location, intensity, occurrence and probability, duration, distance and the speed of onset. Next, എന്താണ് ഹസാർഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? Hazard mapping involves a graphical representation of the location, magnitude and temporal characteristic of hazard in either 2 or 3-dimensional surface. And the major objective of it is to represent the spatial and temporal characteristic of the hazard as well as the magnitude using graphical symbols.
അപ്പൊ എന്താണ് ഹസാർഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്? നമ്മള് ഹസാർഡ് ഉണ്ടായ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ലൊക്കേഷനെ നമ്മൾ എന്ത് ചെയ്യാണ് സാധാരണഗതിയിൽ അതിന്റെ ലൊക്കേഷൻ, മാഗ്നിറ്റ്യൂഡ്, അതേപോലെ സ്പേഷ്യൽ പാരാമീറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ അതിനെ 2 ഡയമെൻഷനോ 3 ഡയമെൻഷനിലേക്ക് മാപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ യൂസിങ് സർട്ടൻ ഗ്രാഫിക്കൽ സിംബൽസ്. ഇനി സോ ഹസാർഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, it is a visual representation of workplace, grounds operations, aviation operations, etc. Hazard mapping ചെയ്യണമെങ്കിൽ what we need certain data which are required for hazard mapping. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡയമെൻഷൻസ്, അതിന്റെ ഡ്യൂറേഷൻ, സ്പീഡ് ഓഫ് ഓൺസെറ്റ്, മാഗ്നിറ്റ്യൂഡ്, ഇതെല്ലാം നമുക്ക് എന്തിൽ നിന്ന് കിട്ടണം? ഈ ഡേറ്റിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള certain informations can be obtained through the following sources. ഏതാണ്? ഫസ്റ്റ് വൺ ബേസ് മാപ്പ് ആണ്. ആദ്യത്തത് ബേസ് മാപ്പ്, രണ്ടാമത്തെ റിമോട്ട്ലി സെൻസ് ഇമേജസ്, മൂന്നാമത്തെ ഫീൽഡ് ഡേറ്റ, ആൻഡ് ലാസ്റ്റ് വൺ കാർട്ടോഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ഹസാർഡ്. അപ്പോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ബേസ് മാപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബേസ് മാപ്പ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ ഡേറ്റ അല്ലേ? ഒരു പെർട്ടിക്കുലർ റീജിയന്റെ ടോപ്പോഗ്രഫിക്കൽ ഡേറ്റയെ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ബേസ് മാപ്പ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു മാപ്പ് വേണം. ഇന്നതാണ്, ഇങ്ങനെയാണ് അതിന്റെ ടോപ്പോഗ്രഫിക് ലെയേഴ്സ് ഉള്ളത്, സജസ് എലിവേഷൻ, എർത്തിന്റെ എലിവേഷൻ, റോഡ്സ്, വാട്ടർ ബോഡീസ്, അതേപോലെ ഇതിന്റെ ലൊക്കേഷന്റെ കൾച്ചറൽ ഫീച്ചേഴ്സ്, യൂട്ടിലിറ്റീസ്, ഇതെല്ലാം ഈ രീതിയിലാണ് എന്നുള്ള ഒരു ബേസ് മാപ്പ് വേണം. അപ്പൊ സാധാരണഗതിയിൽ creation of this base map is a time consuming activity, so it is desirable to use an existing map where possible. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒരു ബേസ് മാപ്പ് പണ്ട് എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? ആ എക്സിസ്റ്റ് ചെയ്യുന്ന മാപ്പാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ബേസ് മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരിക്കും ബാക്കിയുള്ള റെഫറൻസ് പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ ബാക്കിയുള്ള ഡേറ്റാസും കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ബേസ് മാപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷന്റെ കുറച്ച് ഇമേജസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഈ ലൊക്കേഷന്റെ കറസ്പോണ്ടിങ് ഇമേജസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? സാധാരണഗതിയിൽ നമ്മൾ സാറ്റലൈറ്റ് ഇമേജസ് ആണ് സാധാരണ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് അവൈലബിൾ, റെഡ്ലി അവൈലബിൾ ഇൻഫർമേഷൻ ഓഫ് ലൊക്കേഷൻ ആണ് അല്ലേ? ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന്റെ സാറ്റലൈറ്റ് ഇമേജ് എപ്പോഴും അവൈലബിൾ ആണ്. സോ അതാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഇമേജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുമല്ലോ. സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഈ സെൻസേഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇമേജസിന്റെ റെസൊല്യൂഷനും ഡിഫറെന്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെൻസർ ടൈപ്പ്. സ്പേഷ്യൽ റെസൊല്യൂഷൻ ആകാം, സ്പെക്ട്രൽ ആകാം, റേഡിയോമെട്രിക് ആവാം, ടെമ്പറൽ റെസൊല്യൂഷൻ ആവാം. സോ ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത് ഓരോ ഡിഫറെന്റ് സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും നമുക്ക് ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണം. ഇനി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഡാർസാറ്റ് ഉണ്ട്, ടെറാസാർ എക്സ്, അലോസ്, ലീഡർ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ഡിജിറ്റൽ എലിവേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഡിജിറ്റൽ എലിവേഷൻ മോഡൽ എന്ന് പറയുന്നത്? DEM നമ്മുടെ ഇറ്റ് ഈസ് എൻ ഇമേജ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ബേർ എർത്ത്. നമ്മുടെ എർത്ത് സർഫസിന്റെ മരങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ബേർ ഗ്രൗണ്ട് സർഫസിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ ടോപ്പോളജിക്കൽ ലെയേഴ്സ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്, പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് DEM എന്ന് പറയുന്നത്, എക്സ്ക്ലൂഡിംഗ് ട്രീസ്, ബിൽഡിംഗ്സ് ഓർ എനി അതർ സർഫസ് ഒബ്ജെക്ട്സ്. ഇനി GeoEye, CubeBird and Allos Prism are preferred sensors for visual mapping as they are having high spatial resolution. So സാധാരണഗതിയിൽ ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യും? ഈ പറയുന്ന 3 സെൻസേഴ്സ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഇമേജസ് ആണ് സാധാരണ നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ, ആ ഒരു സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇമേജസിൽ നിന്ന് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്ത് കിട്ടും? ഒരു ആക്യുറസി കിട്ടാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്.
അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ലിഡാർ എന്നൊക്കെ പറയുന്ന ഒരു സെൻസേഴ്സിന്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ലിഡാർ എന്താണ്, ലിഡാറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് കിട്ടുന്ന ഇൻഫോർമേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. അപ്പൊ ലിഡാർ ഇസ് നത്തിങ് ബട്ട് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. നമ്മൾ റഡാർ എന്നൊക്കെ പറയുന്നില്ലേ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് പോലെ, ഇവിടെ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. സോ ലിഡാർ സാധാരണഗതിയിൽ ചെയ്യുന്ന എന്താണ്, ഒരു എയർക്രാഫ്റ്റിൽ നിന്നും നമ്മൾ ഒരു എയർക്രാഫ്റ്റിൽ സെൻസേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഈ സെൻസേഴ്സ് എന്ത് ചെയ്യുമായിരിക്കും, ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഒരു പൾസ്ഡ് ലേസർ ബീം പാസ് ചെയ്യും. ഈ തിരിച്ച് അവിടെ പോയി തട്ടി തിരിച്ചു വരുന്ന അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള എർത്തിന്റെ സർഫസിൽ പോയി ടച്ച് ചെയ്തിട്ട് റിഫ്ലക്റ്റീവ് ചെയ്ത് വരുന്ന ഇമേജസിനെ നമ്മൾ പല പല പോയിന്റ്സിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. നോർമലി അതിനെ നമ്മൾ പോയിന്റ് ക്ലൗഡ് എന്ന് പറയും. അതിനെ ഒരു 3D പൊസിഷൻ ആയിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യും, ഇൻക്ലൂഡിങ് ബിൽഡിങ്സ്, വെജിറ്റേഷൻ ആൻഡ് ഗ്രൗണ്ട്സ് എക്സെട്ര. സോ അതാണ് എന്ത് ലിഡാർ എന്ന് പറയുന്നത്. അപ്പൊ എർത്തിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ കാണും, ചെടികൾ കാണും, ബിൽഡിങ്സ് കാണും, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ലിഡാറിൽ കിട്ടുന്നത്. ബട്ട് ഇൻ ഡിജിറ്റൽ എലിവേഷൻ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ as I have already told, like it is the topological layers of earth. അപ്പൊ ഇതിനകത്ത് എവിടെയൊക്കെയാണ്, അതായത് എർത്തിന്റെ ഗ്രൗണ്ട് സർഫസ് എങ്ങനെയാണ്, അതിപ്പം എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഒരു ലെവൽ സർഫസ് ആവണം എന്നില്ല. ഇറ്റ് ഈസ് ഹാവിങ് സോ മച്ച് ഇറഗുലാരിറ്റീസ്. കുറെ വാട്ടർ ബോഡീസ് ഉണ്ടാവും, ചിലപ്പോൾ അപ്സ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. സോ ആ കൃത്യമായിട്ട് ഒരു എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ പോകുന്നത്, ഡിജിറ്റൽ എലിവേഷൻ മോഡൽസിൽ പോകുന്നത്. നെക്സ്റ്റ് വൺ, ഫീൽഡ് ഡേറ്റ. അപ്പൊ എന്താണ് ഇനി ഫീൽഡ് ഡേറ്റ? നമുക്കറിയാം ഈ ഒരു ഇലക്ട്രോണിക് മെത്തേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജസ് കൊണ്ട് നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടും. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഹസാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ആക്യുറേറ്റ് അല്ലേ? അപ്പൊ നമ്മൾ നേരിട്ട് പോയി പറയുന്ന അല്ലെങ്കിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആ ഓൺ ലൊക്കേഷനിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗ്രൗണ്ട് സർവൈയിങ് മെത്തേഡ്സ് യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസും കൂടെ ആവുമ്പം നമുക്ക് ആ ഓവറോൾ കിട്ടുന്ന ഡേറ്റ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ? സോ ഫീൽഡ് ഡേറ്റ ഈസ് നത്തിങ് ബട്ട് വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. അവിടെ നമ്മൾ കുറച്ച് ഗ്രൗണ്ട് സർവേയിങ് മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോണിക് സർവേ സിസ്റ്റം സച്ച് എസ് ചാർട്ടർ സ്റ്റേഷൻ ആവാം, ഇനി GPS ആകാം, ലേസർ സ്കാനേഴ്സ് ആവാം. സോ ആസ് ടു ഗെറ്റ് ദ എക്സാക്ട്, അതായത് കുറച്ചുകൂടി ഡേറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫീൽഡ് ഡേറ്റ നമ്മൾ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാലാമത്തെ മെത്തേഡ്, ഇറ്റ് ഇസ് കാർട്ടോഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ഹസാർഡ്. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ഇനി എന്ത് ചെയ്യണം, വിഷ്വൽ ഇമേജിലേക്ക് കൊണ്ടുപോകണം, വിഷ്വൽ റെപ്രസെന്റേഷനിലേക്ക് പോകണം. സോ വാട്ട് ഇസ് കാർട്ടോഗ്രാഫി? It is nothing but the study and practice of making and using maps. So cartographic design എന്ന് പറയുന്നത് it is the visual representation of geographic and spatial information on the map. സാധാരണ നമുക്കറിയാം, നമുക്ക് പോയി മെഷർ ചെയ്ത ഒരു ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്ന ലോഞ്ചിറ്റ്യൂഡ്, ഇന്ന ലാറ്റിറ്റ്യൂഡ്, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ടാബ്ലോ കോളത്തിൽ ഇതാണ് ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ എന്ന് പറയുന്നതും അതിനെ നമ്മൾ മാപ്പായിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ? കാരണം എന്താണ്, നമുക്ക് ഈ പാരാമീറ്റേഴ്സ് കാണുമ്പോൾ ഉള്ള ഒരു എഫക്റ്റും അതേപോലെ ഈ ഒരു മാപ്പായിട്ട് നമുക്ക് അത് കാണാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മനസ്സിൽ റീച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റും, മനസ്സിൽ അത് റീച്ച് ചെയ്യുന്ന എങ്ങനെയാണോ, രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ മാപ്പായിട്ട് കാണുമ്പോൾ നമുക്കത് വിഷ്വലി ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ നമുക്ക് എന്താ പറയാ, കാർട്ടോഗ്രാഫിക് റെപ്രസെന്റേഷൻ, അതിന് അങ്ങനെ ഒരു കാർട്ടോഗ്രാഫിക് റെപ്രസെന്റേഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ പറയുന്നത് ഈ ബേസിക് ആയിട്ട് 3 പാരാമീറ്റേഴ്സ് വേണം. ഒന്ന് ബേസ് മാപ്പ് വേണം, as we already discussed, scale and coverage വേണം, പിന്നെ ടൈപ്പ് ഓഫ് സിംബൽസ് വേണം. അപ്പൊ ഇനി നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ എന്താണ് ബേസ് മാപ്പ് എന്ന് പറയുന്നത്? ബേസ് മാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത്യാവശ്യമുള്ള ജോഗ്രഫിക്കൽ റെഫറൻസ് ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു ഡേറ്റ ആണ് എന്ത് ബേസ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി സ്കെയിൽ ആൻഡ് കവറേജ് എന്താണ്? നമ്മൾ ഈ ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിന്റെ ആക്ച്വൽ ഡയമെൻഷൻസും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോ നമ്മള് മാപ്പിൽ അത് കൊണ്ട് കൺവേ ചെയ്യുന്ന സമയത്ത് അത് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് വേണ്ടേ? ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാപ്പ് ആൻഡ് ദ ആക്ച്വൽ ഡയമെൻഷൻ ഓഫ് ദ ഗ്രൗണ്ട്, അതിനെയാണ് സ്കെയിൽ ആൻഡ് കവറേജ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സിംബൽസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സിംബൽസ് ആർ യൂസ് ടു റെപ്രസെന്റ് റിയാലിറ്റി. ചില റിയാലിറ്റീനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് മാപ്പിൽ നമ്മൾ സിംബൽസ് യൂസ് ചെയ്യുന്നത്.
For instance, നമുക്ക് location can be ഒരു particular location we can depict either using point ആയിട്ടോ line ആയിട്ടോ area ആയിട്ടോ കാണിക്കാൻ പറ്റും. പോയിന്റ് സാധാരണഗതിയിൽ ഒരു volcanoes ഒക്കെ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഫ്ലഡിംഗ് ഒക്കെ ഫ്ലഡഡ് ആയിട്ടുള്ള റീജിയൻസ് കാണിക്കാൻ നമ്മൾ ഏരിയാസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി റോഡ്സ് ഒക്കെ നമ്മൾ സാധാരണ ലൈൻ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു മാപ്പിൽ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ഡേറ്റാസ് ഹസാർഡ് ഇൻഫർമേഷൻ മാപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത്.